ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ നമ്മൾ ട്രെയിനിന്റെ തിരക്കിലാണല്ലോ. ട്രെയിനുമായി ബന്ധപ്പെട്ട കഥകളാണ് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്പ്രസ് ഹൈവേ വരുന്നു, അതിവേഗ ട്രെയിൻ വരുന്നു, മറ്റ് ലോക്കൽ ട്രെയിനുകൾ വരുന്നു, ഒക്കെ റെയിൽവേയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത് പത്രക്കാരൊക്കെ കേന്ദ്രമന്ത്രിയോടോ മറ്റോ ചോദിക്കുമ്പോൾ അതൊരു വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല. സർവേകളൊന്നും കാര്യമായി നടക്കുന്നതായിട്ട് അറിവുമില്ല. ഇങ്ങനെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ശബരിപാതയെ കുറിച്ചും തിരുനാവായ ഗുരുവായൂർ പാതയെ കുറിച്ചും ഒക്കെ വാർത്തകളിൽ കണ്ടു. ഇതിനു മുമ്പ് കേരളം വലിയ ഒരു സമര കോലാഹലത്തിന് സാക്ഷ്യം വഹിച്ചതാണല്ലോ. അത് അതിവേഗ ട്രെയിൻ തിരുവനന്തപുരം കാസർഗോഡ്. അതിന്റെ ഏകദേശം ഒരു കുറ്റി നിർമ്മിക്കുന്നതിന്, കുറ്റി ഇടുന്നതിന് വേണ്ടി ഗവൺമെന്റിന് 5000-ഓളം രൂപ ചെലവ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രയൊക്കെ ചെലവുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഏത് ട്രെയിൻ വന്നാലും ഏത് വികസനം വന്നാലും കാലഘട്ടത്തിനനുസരിച്ച് അതെല്ലാം ആവശ്യമാണ്. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും അതിവേഗത്തിലെത്തേണ്ട കാലത്ത് അത് അതിവേഗത്തിലെത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. എല്ലാ സർവേകളും നടത്തി അതുവഴി ആ സംവിധാനം യാഥാർത്ഥ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞ തിരുവനന്തപുരം കാസർഗോഡ് ഒരു അതിവേഗ റെയിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പ്രസ് വേ, അല്ലെങ്കിൽ ഒരു ഏത് പേരിട്ടാലും, ഏത് പേരുകൾക്ക് മാത്രമാണ് ഇപ്പോൾ വ്യത്യാസമുള്ളത്. കാര്യങ്ങൾ എന്തായാലും ഒന്നാണല്ലോ. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ വ്യക്തികളും ഓരോ കമ്പനികളും പറയുന്ന വ്യത്യസ്ത പേരുകൾ അവതരിപ്പിക്കുന്ന എന്നല്ലാതെ ഏതായാലും ഒരു സ്പീഡ് റെയിൽവേ അല്ലെങ്കിൽ അതിവേഗ റെയിൽ, എത്രയും പെട്ടെന്ന് എത്തുന്ന ഒരു റെയിൽ സംവിധാനം, ഇതാണ് ഇതിന്റെ ചുരുക്കം. അപ്പോൾ ഇതാരും അവതരിപ്പിച്ചാലും അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തണം. കാരണം ആര് റെയിൽവേ സംവിധാനം ഏത് ഗ്രൂപ്പ് കൊണ്ടുവന്നാലോ, സംസ്ഥാനം കൊണ്ടുവന്നാലോ, കേന്ദ്രം കൊണ്ടുവന്നാലോ, ആരാണെങ്കിലും റെയിൽവേയുടെ അണ്ടറിലാവുന്നത് ഇതുവരെ ആര് കൊണ്ടുവന്നാലും ഇത് സർവേ നടത്തി ആ വഴി അത് യാഥാർത്ഥ്യമാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ താമസിക്കുന്ന ഭൂവുടമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1000, 500, 100 ഒന്നും ഏക്കറയുള്ള ആളുകളല്ല. 5 സെന്റും 4 സെന്റും 10 സെന്റ് 20 സെന്റും ഒക്കെയുള്ള ആളുകളാണ്. ഈ ആളുകൾക്ക് ആ ഭൂമിയിൽ ക്രയവിക്രയങ്ങൾ നടത്താൻ സാധിക്കാതെ വരികയാണ്. ഉദാഹരണത്തിന് കുറ്റിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, കുറ്റിയിൽ അവർക്കൊന്നും എത്തണ്ട. ഒരു സർവേ, ഒരു ടാപ്പ് പിടിച്ച് 4 ഉദ്യോഗസ്ഥരും ഒരു സർക്കാർ വാഹനവും റോട്ടിൽ നിന്ന് 4 ഉദ്യോഗസ്ഥർ അത് വഴി കടന്നു പോയി കഴിഞ്ഞാൽ ആ ഏരിയയുടെ ക്രയവിക്രയങ്ങൾ അവിടെ സ്തംഭിച്ചു. ഇത് ന്യൂസ് ചാനലിലും മറ്റ് പത്രങ്ങളിലും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായി ബാങ്കുകളൊന്നും ആ സ്ഥലത്തിന് ലോൺ കൊടുക്കുകയില്ല. നിയമത്തിൽ തടസ്സങ്ങളൊന്നുമില്ല, പക്ഷെ ലോൺ തരില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടി, കല്യാണ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടി നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ ഈ വഴി നമ്മളോട് ചിലപ്പോൾ അത് ട്രെയിൻ പോകുന്ന വഴി എന്ന് പറഞ്ഞില്ലെങ്കിലും മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ്, കാരണം അതിപ്പോ നിവൃത്തിയില്ലല്ലോ. ഏത് കാരണം പറഞ്ഞാലും, രേഖകൾ കൃത്യമായില്ല എന്ന് പറഞ്ഞാലും അതും അതിനൊരു കാരണമാണ്. അപ്പൊ അത് ഒരു തരണ്ട എന്ന് വിചാരിച്ച സംവിധാനത്തിന് അത് ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ രത്ന ചുരുക്കം ഇതാണ്: ഏത് സർവേ നടത്തിയാലും ഏത് വികസനം വന്നാലും സന്തോഷം, അതിന് യാതൊരു തർക്കവുമില്ല. എല്ലാ വികസനവും കാലത്തിനനുസരിച്ച് ആവശ്യമാണ്. സ്പീഡിൽ പോകേണ്ട കാലത്ത് നമ്മൾ സ്പീഡിൽ പോകണം, ഒക്കെ ആവശ്യമാണ്. അതിനൊന്നും ഒരു എതിർപ്പും ഇല്ല. കാരണം വികസനം, നാട് വികസനം എല്ലാ ലോകത്തും നടക്കുമ്പോൾ നമ്മുടെ അവിടെയും നടക്കണം. അപ്പോഴേ നമ്മളും അവർക്കൊപ്പം എത്തുകയുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, വികസനമൊക്കെ ആവശ്യമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് എത്തണ വരെയുള്ള ഒരു സർവേ ഒരു ട്രെയിനിന് വേണ്ടി നടത്തി കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും യാഥാർത്ഥ്യമാക്കണം. ആര് ഭരിച്ചാലും, ഏത് പാർട്ടി ഭരിച്ചാലും, ആര് കൊണ്ടുവന്നാലും അതിന് യാതൊന്നും ഒരു തടസ്സമല്ല ഈ വിഷയത്തിൽ. കാരണം ഈ ഒരു സർവേ നടന്നു കഴിഞ്ഞാൽ കുറ്റി പോലും കുറ്റി പോലും ഇട്ടില്ലെങ്കിലും ആ സർവേ അതുവഴി കടന്നു പോയാൽ ആ സ്ഥലം എൻഗേജ് ആയി.
അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൃത്യമായ തയ്യാറെടുപ്പുകളിലൂടെ മാത്രമേ സർവേകളും മറ്റു പരിപാടികളും നടത്താവൂ. കാരണം ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. വികസനത്തിനോ ട്രെയിൻ വരുന്നതിനോ ഏത് വഴി കടന്നു എന്നോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. ഏത് വഴി വേണമെങ്കിലും കടന്നു പോട്ടെ, അതിപ്പോ ഗവൺമെന്റ് ഉദ്ദേശിച്ച വഴികളിലൊക്കെ കടന്നു പോകട്ടെ, അവിടെയുള്ളവർ മാറി താമസിക്കണം, അത് ഒക്കെ യാഥാർത്ഥ്യമാണ് വികസനത്തിനൊക്കെ. അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം കിട്ടണം. കാരണം പോകുന്ന വസ്തു അതിനനുസരിച്ച് ഇത് വാങ്ങാനും പോകുന്ന വീട് നിർമ്മിക്കാനും ബിൽഡിങ്ങുകൾ നിർമ്മിക്കാനും ഒക്കെ ആവശ്യമായ നഷ്ടപരിഹാരം ആ വഴിയിലൂടെ കടന്നു പോകുന്ന ആ നഷ്ടപ്പെടുന്നവർക്ക് കിട്ടിയിരിക്കണം. അതും ഒരു യാഥാർത്ഥ്യമാണ്. അതൊന്നുമല്ല നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള ഒരു സർവേ നടക്കുമ്പോൾ ആ സർവേ നടന്ന സ്ഥലം അത് ഈ സ്ഥലത്ത് കൂടെ തന്നെയാണ് ഇത് പോകുന്നത് എങ്കിൽ ആ സ്ഥലത്ത് കൂടെ തന്നെ അത് കൊണ്ടുപോകണം. എന്നാൽ അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് കൂടി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സർവേ നടത്തിയതിൽ ആ വഴി ഈ പോകുന്നില്ല എന്ന് വ്യക്തമായി അത് പറയുകയും അത് രേഖകളിൽ ഉണ്ടാവുകയും വേണം. എന്നാലേ ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു കുറ്റി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം എൻഗേജ് ആയി, പിന്നെ ആ സ്ഥലത്തിന് ലോണില്ല, വിൽപ്പനയും നടക്കുന്നില്ല. ഇതാണ് ഈ വികസനത്തിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഈ വികസനത്തിനൊന്നും ആരും ജനങ്ങളെതിരല്ല. കാരണം വികസനമൊക്കെ ആവശ്യമാണ് കാലത്തിനനുസരിച്ചുള്ള. പക്ഷെ വികസനം വരുമ്പോൾ അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ശബരി റെയിൽപാതയെ കുറിച്ചും തിരുനാവായ ഗുരുവായൂർ റെയിൽപാതയെ കുറിച്ചും ഒക്കെ ഇന്ന് വാർത്തകളിൽ കണ്ടു. ഇതൊക്കെ യാഥാർത്ഥ്യമാവട്ടെ, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ കൃത്യമായി സർവേ നടക്കുന്ന സ്ഥലങ്ങളിൽ കൂടി അത് വരികയും ആ സ്ഥലം മാത്രം അതിനായി എൻഗേജ് വെക്കുകയും മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി സർവേ നടത്താതെയും, അല്ലെങ്കിൽ സർവേ കൃത്യമായ ഒരു നിഗമനത്തിലെത്തിയതിനു ശേഷം സർവേ നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലം മാത്രമേ എൻഗേജ് ആയി കിടക്കുകയുള്ളൂ. അല്ലാതെ എന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളും കൂടി എൻഗേജ് ആയി കിടന്നു കഴിഞ്ഞാൽ വികസനം ഒക്കെ നല്ലതാണ്. പക്ഷെ മറ്റുള്ള ആ വഴി സർവേ നടത്തിയ വഴി ജനങ്ങൾ എൻഗേജ് ആയി മാറും. അത് ഒഴിവാക്കുവാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകം ശ്രദ്ധ ഉണ്ടാവണം എന്ന് കൂടി ഇവിടെ ഉണർത്തുകയാണ്. കാരണം നമ്മൾ ഏത് വികസനത്തിനും എതിരല്ല. വികസനം ഒക്കെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയാസങ്ങൾ വരരുത്. ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ആ വഴി, ആ ട്രെയിൻ അല്ലെങ്കിൽ ആ റോഡ് ഏതാണെങ്കിലും അത് കടന്നു പോകണം. അതല്ല അത് ആ വഴി രൂപരേഖ മാറ്റുകയാണെങ്കിൽ അതും വ്യക്തമായ നോട്ടിഫിക്കേഷനിലൂടെ പറഞ്ഞ് അധികാരികളെയും ബാങ്കിനെയും ജനങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ അതിനുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും, അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സർവേ നടത്തുന്ന സ്ഥലവും അതിനും വ്യക്തമായ രൂപരേഖയും ഒക്കെ ഉണ്ടാവണം. എന്നാൽ എല്ലാ സ്ഥലവും എൻഗേജ് ആയി കിടക്കുകയില്ല എന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇത് ഒരേ പാതയ്ക്ക് വേണ്ടി 3-4 സർവേ നടത്തി 3-4 സർവേയിൽ പെടുന്ന ഭൂമികൾ അവിടെ എൻഗേജ് ആയി കിടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഏത് വികസനവും വന്നോട്ടെ, ഏത് വഴിയും പോയിക്കോട്ടെ, ഏത് റോഡും വന്നോട്ടെ, ഏത് റെയിലും വന്നോട്ടെ, ഒന്നും തടസ്സമല്ല. പക്ഷെ അത് തിരഞ്ഞെടുക്കുന്ന വഴി, ആ വഴി അത് ഉപയോഗപ്പെടുത്തുക. അത് ഉപയോഗപ്പെടുത്തുന്നില്ല, വേറൊരു വഴിയാണ് വരുന്നതെങ്കിൽ അതിന് വ്യക്തമായ നോട്ടിഫിക്കേഷൻ ഇറക്കി അത് അധികാരികളെയും ജനങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുത്തുക. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്. വികസനം ഒക്കെ ആവശ്യമാണ്. നാടിനനുസരിച്ച് നമ്മളും വളരണം, എന്നാലേ നമ്മുടെ നാട്ടിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അത് കൃത്യമായ തയ്യാറെടുപ്പുകളോട് കൂടി നടത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നുകൂടി ഇവിടെ ഉണർത്തുകയാണ്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.